മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഓണം എക്സാമിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് സാറേ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ടതെന്ന് പല കുട്ടികളും കമന്റിലൂടെ അതുപോലെ തന്നെ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ട്, അതിനുള്ളൊരു മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിനെ പറ്റി വലിയ ധാരണയില്ലാത്ത നിങ്ങളെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികൾക്കും ഒന്ന് എന്ത് ചെയ്യുക, ഇതൊന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയയും ഏറ്റവും കൂടുതൽ മാർക്കിന് വന്ന ഏരിയയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയും ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. റെഡി? അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് ഇൻഡിക്കേറ്റർ അഥവാ സൂചകങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്, അതിന്റെ ഡെഫിനിഷൻ, നിർവചനം. അതായത് നമുക്കറിയാം, ഇറ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഹെൽപ്പ് ടു ഐഡന്റിഫൈ ആസിഡ് ഓർ ബേസ്. ആസിഡുകളെയോ അല്ലെങ്കിൽ ബേസുകളെയോ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അഥവാ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ മാർക്കിന് നമ്മളോട് ചോദിച്ച ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. 2 അതേപോലെ തന്നെ 3 മാർക്കിനൊക്കെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. എന്താണ്? ഇൻഡിക്കേറ്റേഴ്സിന്റെ കളർ മാറ്റം. അതായത് ആസിഡിൽ എന്ത് കളറ്, ബേസിൽ എന്ത് കളർ എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് ലിറ്റ്മസ് പേപ്പറിന് ആസിഡിൽ എന്ത് കളറാണ് കാണിക്കുക, അതേപോലെ തന്നെ ബേസിൽ എന്താ കളർ കാണിക്കുക. അതേപോലെ തന്നെ മീഥൈൽ ഓറഞ്ച് ആസിഡിൽ എന്ത് കളർ കാണിക്കുന്നു, ബേസിൽ എന്ത് കളർ കാണിക്കുന്നു. ഇതേപോലെ തന്നെ ഫിനോഫ്തലീൻ്റെ കളറും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് തരും, ചിലപ്പോൾ സോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോപ്പ് ലായനി തരാം, അല്ലെങ്കിൽ വിനാഗിരി തരാം, അല്ലെങ്കിൽ സിട്രിക് ആസിഡ് തരാം. എന്തെങ്കിലും ഒരു സാധനം തന്നിട്ട് അതിലേക്ക് നമ്മൾ ഫിനോഫ്തലീനോ മീഥൈൽ ഓറഞ്ചോ ലിറ്റ്മസ് പേപ്പറോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിറം നമ്മളോട് എഴുതി കൊടുക്കാൻ പറയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ നിറം മാറ്റം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പഠിച്ചു വെച്ചോണം. ഇനി അടുത്തതായിട്ട് മിൽക്ക് കേടായി മാറുമ്പോൾ, അല്ലെ, മിൽക്ക് തൈരായിട്ട് അല്ലെങ്കിൽ പാല് തൈരാകുന്ന സമയത്ത് അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുണ്ട്, അല്ലെ. അവിടെ ആരാണ് ഇതിന് സഹായിക്കുന്നത്, അവിടെ എന്ത് ആസിഡാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 1 വേർഡ് 1 2 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പഠിച്ചു നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ആസിഡ് ഇൻ ഫുഡ് ഐറ്റംസ്. ഭക്ഷ്യ പദാർത്ഥങ്ങളിലെ ആസിഡ്. ഒരുപാട് ആസിഡുകൾ നമ്മൾ പറയുന്നുണ്ട്, അല്ലേ. ടൊമാറ്റോയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. അതേപോലെ തന്നെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്. ഗൂസ്ബെറി അഥവാ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് അസ്കോർബിക് ആസിഡ് തുടങ്ങിയ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ആ ലിസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചതും ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതുമായിട്ടുള്ള ഭാഗങ്ങൾ വരുന്ന ടോപ്പിക് ഇതൊക്കെയാണ്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക് ഇതാണ്. അപ്പൊ ഇങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ. നമ്മളെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ലൈവ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ വരണം കേട്ടോ. ഓണ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഏറ്റവും ഹയർ ലെവൽ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ആ ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മളെ എഡ്യൂബോർഡിന്റെ ക്ലാസ്സുകൾ എങ്ങനെയാണല്ലേ, വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ട് നമുക്ക് ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിലാണ് ഈ എഡ്യൂബോർഡിലെ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്കും ഇതിൽ ചിലപ്പോൾ എഡ്യൂബോർഡിലെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഇടയ്ക്കൊക്കെ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അതാ അവിടുത്തെ മഞ്ജു ജോയിൻ ചെയ്തിട്ടില്ല, നിഗീഷ ജോയിൻ ചെയ്തിട്ടില്ല, അനുശ്രീ ജോയിൻ ചെയ്തിട്ടില്ല, അങ്ങനെ കുറച്ച് ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, മക്കളെ, നമ്മളെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങുക എന്നുള്ള റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മൾ എഡ്യൂബോർഡിലൂടെ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന പരിപാടിയല്ല. വളരെ കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കൂട്ടം അധ്യാപകന്മാരുള്ള ഒരു ബാച്ചാണ് ഇത്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, ക്ലാസ് 7ന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ജോയിൻ ചെയ്തായിരിക്കും. ഞാൻ സംസാരിക്കുന്നത് ജോയിൻ ചെയ്യാത്ത കുട്ടികളോടാണ്. കേരളത്തിലെ മികച്ച അത്തരത്തിലുള്ള ഫാക്കൽറ്റീസ് എടുക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, PYQ ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകളുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത 10ലധികം ഫീച്ചേഴ്സുമായിട്ടാണ് എഡ്യൂബോർഡ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ വലിയ പൈസ ആവില്ല നമുക്ക് ചോദിക്കും. മക്കളെ, വളരെ ചെറിയൊരു പൈസയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. 2499 ഒരു ഓണം സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അല്ല സാർ ഇതൊരു മാസത്തെ ഫീസ് കുറച്ച് കൂടുതലല്ലേ? അത് മാസത്തെ അല്ല, ഒരു വർഷത്തേക്കുള്ള ഫീസാണ്. ഇത്രയും അധികം ഫീച്ചേഴ്സുകൾ ക്ലാസ് 7 കളർഫുൾ ആക്കാനുള്ള മുഴുവൻ ഫീച്ചേഴ്സുമായിട്ടാണ് എഡ്യൂബോർഡ് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ അയക്കുന്നത്. ഓക്കെ, അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യാന്ന് പറയാൻ കാരണം ആദ്യത്തെ 2000 കുട്ടികൾക്കാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ ആ 2000-ന്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ചിലപ്പോൾ അത് എന്ത് ചെയ്യും, ഈ പൈസയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അതുകൊണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക. എങ്ങനെ ജോയിൻ ചെയ്യും? താഴത്തെ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് നിങ്ങൾ കയറി വരും.
അതേപോലെ തന്നെ പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാറേ ഈ ക്ലാസ് 7 ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകൾ, അതേപോലെ തന്നെ സ്ലൈഡുകൾ, നോട്ട്സുകൾ, ഇതൊക്കെ എവിടെ കിട്ടുക, ക്വസ്റ്റ്യൻസുകൾ ഇതൊക്കെ എവിടെ കിട്ടും നോക്കും. അതിനാണ് നമ്മളെ കമ്മ്യൂണിറ്റി ചാനലുള്ളത്. കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യാൻ പ്രത്യേക പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറക്കരുത്, ഓണം നമ്മൾ കളറാക്കാൻ പോവാണ്, തൂക്കാൻ പോവാണ്. കൂടിക്കോ ബോർഡിന്റെ കൂടെ. ഗുഡ് ബൈ.